പിണറായി ചിരിക്കാത്ത മുഖ്യമന്ത്രി എന്നായിരുന്നു ആക്ഷേപം. പക്ഷെ അയാൾ ചിരിച്ചില്ലെങ്കിലും ജനങ്ങൾ കരഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിരിക്കുന്ന മുഖ്യമന്ത്രി വരട്ടെ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നു. ജനത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായിട്ടുള്ള എറണാകുളത്തെ ഒരു ഉന്നതിയിൽ, പഴയത്തുകാവോ അങ്ങനെയാണ് അതിന്റെ പേരെന്ന് തോന്നുന്നു, ആ ഉന്നതിയുടെ പേര്, ദളിത് കുടുംബങ്ങളെ സർക്കാർ പുറമ്പോക്കിൽ നിന്ന് ദയാരഹിതമായി ഇറക്കിവിടുന്ന ഒരു കാഴ്ചയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ എങ്ങനെ വാസയോഗ്യമുള്ള വീടിനകത്തേക്ക് ആക്കാമെന്ന് പരിശ്രമിച്ചെടുത്ത് അയാൾ ചിരിച്ചില്ല. അയാൾ ഗൗരവപൂർവ്വം നടന്നു. പക്ഷേ ആ ചിരിയില്ലായ്മയിൽ ഒരുപാട് പേരുടെ ചിരി വിടർന്നിരുന്നു. എങ്ങനെ? സുരക്ഷിതമായ ഒരു ഭവനം കിട്ടി എന്നുള്ളത്. സുരക്ഷിതമായ ഭവനത്തിൽ ഉറങ്ങിയിരുന്ന മനുഷ്യരെ രാഖി രാമാനം പോലീസ് വന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലല്ലോ. ദേ കണ്ടേ. അന്നിപ്പോൾ കാണുമ്പോൾ അതിൽ ചാനലുകൾ പറയുന്ന വാചകങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഇന്നലകളിൽ ഇവർക്ക് വേണ്ടി രാവന്തിയോളം അന്തിച്ചർച്ച വരെ നടത്തി വാഴ്ത്തുപാട്ട് പാടിയിരുന്നവരുടെ റിപ്പോർട്ടർമാർ പറയുന്ന ആ സങ്കടകരമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊക്കെ ഒരു തരം ഉടായിപ്പായിട്ട് മാത്രമേ നമുക്ക് ഇന്ന് കാണാൻ പറ്റുള്ളൂ. ഒരു പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത് 2-3 ദിവസം കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഈ തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് 14 തവണ വളരെ സംയമനത്തോടെ പോലീസ് കൈകാര്യം ചെയ്ത ഒരു വിഷയമാണിത്. ആ വിഷയമാണ് പുതിയ സർക്കാർ അധികാരത്തിലേറി കേവലം 48 മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു ചർച്ചയുടെ പോലും വാതിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആരും തുറക്കാതെ ഈ തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപക്ഷെ പുതിയ സർക്കാരിന്റെ കീഴിൽ ഉള്ള ആദ്യത്തെ പോലീസ് നടപടിയാണ് ഈ സംഭവം. അതും ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. പക്ഷേ ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് എന്നിരിക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു നീക്കങ്ങളിലേക്കും കടക്കാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ 7 കുടുംബങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ ഈ തരത്തിലൊരു പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിരിയിലല്ല കാര്യം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് ആണ്. മുഖ്യമന്ത്രി അധികാരമേറ്റ് 2ാമത്തെ ദിവസം ഒരു ഇടപെടൽ പോലും, ഞാൻ അധികാരത്തിൽ വന്ന് അങ്ങനെ കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്ന് ഒരിക്കലും മേനോന് ഈ ദളിതരോട് ഒരു അനുകമ്പ തോന്നണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മാത്രമാണ്. ഇവിടെ ചിലരൊക്കെ ഈ നല്ല ഭാഷാ ചാതുര്യവും ഒപ്പം നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്നിടത്ത് അനുഭവിച്ച് തന്നെ തീരേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം ജില്ലയിലൊരു ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഒരു ദിവസം ആ ഉന്നതിയിൽ നിന്ന് അവരെ ഇറക്കി വിടുമ്പോൾ ഏതോ ഒരു സമ്പന്നൻ കൊടുത്ത കേസാണ്, സർക്കാർ പുറമ്പോക്കിൽ അവർ കുടികെട്ടി താമസിക്കുകയാണ്. എവിടെയെങ്കിലും മനുഷ്യർക്കൊന്ന് അന്തി ഉറങ്ങണ്ടേ? അവർക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല. അതും ദളിത് കുടുംബത്തിൽപ്പെട്ടവരാണ്. ആ മനുഷ്യരെ നിർദാക്ഷിണ്യം തെരുവിലേക്ക് ഇറക്കിവിടാനായിട്ട് പോലീസിനെ പറഞ്ഞു വിടുമ്പോൾ ആ പോലീസ് അത് ചെയ്യരുതെന്ന് പറയാൻ ഈ നാട്ടിൽ ഒരു സർക്കാർ സംവിധാനമില്ല. സതീശ മേനോനെ പോലുള്ളവരെല്ലാം അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇനി ഇതൊക്കെ ആവശ്യമാണ്. ചിലർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഉറപ്പുകളെല്ലാം പാലിച്ചു കൊടുക്കാമെന്ന് ഇവർ നേരത്തെ തന്നെ ധാരണകളിലെത്തിയിട്ടുണ്ട്. ആ ഡീലുകളൊക്കെ നടപ്പിലാക്കും. പക്ഷേ ഇന്നലകളിൽ ഈ നാട്ടിലെ ജനങ്ങളോട്, അത് എറണാകുളം ജില്ലയിൽ ക്ലീൻ സ്വീപ്പ് ചെയ്യാൻ വോട്ട് ചെയ്തു കൊടുത്തവരായിരിക്കുമല്ലോ ഇപ്പോൾ വഴിയാധാരമാകാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഇടതുപക്ഷം പോയി സമരം ചെയ്ത് ആ നടപടികളെ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. CPM-ന്റെ ശക്തമായിട്ടുള്ള സമരം. കാര്യം ജനങ്ങൾക്ക് പ്രശ്നം നേടുമ്പോൾ അല്ലെങ്കിലും ഇവർക്കൊന്നും അവിടെ എത്താൻ സമയം ഉണ്ടാകില്ലല്ലോ. അതിന് ഇടതുപക്ഷം തന്നെ ഭരിക്കുമ്പോഴും വേണം, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വേണം. അവർ പോയി അവിടെ ശക്തമായിട്ടുള്ള സമരം നടത്തി പോലീസിൻ്റെ ഈ കിരാത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചപ്പോൾ അവിടെ ആ നടപടികളെല്ലാം നിർത്തിവെപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്തിനു വേണ്ടിയായിട്ടാണ് ജനം അതായത് നിങ്ങൾ വേണ്ട, നിങ്ങൾ പുറത്തു പോയിക്കോ എന്ന് പറയുന്നിടത്ത് ഈ ഇടതുപക്ഷക്കാർ സഹായിക്കാൻ പോകുന്നതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതേ കോടതി വിധികളും ഇതേ തർക്കങ്ങൾ അവിടെ നിന്നപ്പോൾ ആ വിഷയത്തിൽ, കുടി ഒഴിപ്പിക്കുന്ന വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ചിരിച്ചില്ല, ചിരിക്കില്ല, പക്ഷെ വെളുക്ക ചിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ ചിരിക്കുന്നതിനോടൊപ്പം കിട്ടുന്ന പണിയിലൂടെ ഉയരുന്ന നിലവിളി കേൾക്കാൻ ആരുണ്ട്? സർക്കാർ സംവിധാനമില്ല. അവിടെയും നിങ്ങൾ ഇറക്കിവിട്ട മനുഷ്യർ ഓടി വരേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി വരേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. എന്തായാലും
നിങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ നിങ്ങളോട് ചെയ്ത പ്രവർത്തനങ്ങളാണ്. വാരിക്കോരി നിങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങളും മോഹന വാഗ്ദാനങ്ങളും വീടിനകത്ത് വന്ന് തന്നവരാണ്. അധികാരത്തിലേറി മൂന്നാമത്തെ ദിവസം ഇങ്ങനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കിവിടാൻ ഇവർക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ ചിരിക്കുന്ന സർക്കാരുകളിൽ നിന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാണാനും അനുഭവിക്കാനും കിടക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് മാത്രമേ ഈ നാട്ടിലെ ജനങ്ങളോട് അവതരിപ്പിക്കാനുള്ളൂ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ചെയ്തതിനൊക്കെയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങൾ വോട്ട് ചെയ്തു കൊടുത്തു, അധികാരം ഏൽപ്പിച്ചു, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കണ്ടേ? അനുഭവിച്ച് തന്നെ മതിയാകൂ എന്നുള്ളതാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കിടയിലും. കാര്യം നിങ്ങൾ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവന്നവർ തിരിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം ആരാണ് ഏറ്റുവാങ്ങേണ്ടത്? അത് മാത്രം ആലോചിച്ചാൽ മതി. 10 വർഷമില്ലാതിരുന്നത് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ്. മേനോന്മാരും നായന്മാരൊക്കെ അധികാരത്തിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ ജീവിതാനുഭവമായി മാറാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്.